ചൈനയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ലാത്തതാണ്. ചൈനയിൽ എന്താണ് സംഭവിച്ചത്? ചൈന എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ലോകം മുഴുവൻ ഭയക്കും. കാരണം ചൈന എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു രാജ്യമാണ്. തങ്ങളുടെ നിലനിൽപ്പിനും സാമ്പത്തികത്തിനും വേണ്ടി ആർക്കെതിരെയും എന്തും ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു രാജ്യവും ഒരു ഭരണാധികാരിയുമാണ് അവിടെ ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. കൊറോണ വൈറസ് ചൈനയിൽ നിന്നാണ് വന്നതെന്ന് അമേരിക്ക പല തവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിന്റെ കൃത്യമായ സ്ഥിരീകരണം വരാത്തത് കൊണ്ട് തന്നെ നമുക്കതിൽ കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും കൊറോണയെ പുറത്തുവിട്ട് ലോകരാജ്യങ്ങളെ മുഴുവൻ തറപറ്റിക്കാൻ ചൈന ശ്രമിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പല രാജ്യങ്ങളും ഉന്നയിച്ചതാണ്. ഇന്ത്യയും ചൈനയുമായി അത്ര വലിയ ബന്ധമൊന്നുമില്ല. കാരണം നമ്മുടെ അതിർത്തികളൊക്കെ കൈയടക്കാൻ ചൈനയുടെ ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിന് റഷ്യയും 67 രാജ്യങ്ങളാണ് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ, റഷ്യ, ചൈന എന്നുള്ളതാണ്. പക്ഷേ ചൈനയും റഷ്യയും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായി സന്ദർശിച്ച് അതിനുശേഷം ബ്രസീലിലെത്തി ബ്രിക്സിൽ പങ്കെടുക്കും. ഇത്രയൊക്കെ പറയാനുള്ള കാരണം ഷീ ജിൻപിങ്ങിനെ കാണാനില്ല. ഷീ ജിൻപിങ് എവിടെ പോയി? അഭ്യൂഹങ്ങൾ ചൈനയിൽ മുഴുവൻ ശക്തമാണ്. പൊതുപരിപാടികളിലൊന്നും ഷീ ജിൻപിങ് പങ്കെടുക്കുന്നില്ല. സൈനികർക്കിടയിൽ ഷീ ജിൻപിങ്ങിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർന്നു വരുന്നു. 3 സൈനികരെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഷീ ജിൻപിങ്ങുമായി ബന്ധപ്പെട്ടവരാരും പൊതുപരിപാടികളിലോ മറ്റ് സർക്കാർ കാര്യങ്ങളിലോ ഒന്നും ഇടപെടുന്നില്ല. ഷീ ജിൻപിങ്ങിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ, അതോ അയാൾ മരിച്ചോ, അയാൾക്ക് എന്തെങ്കിലും രോഗം ബാധിച്ചോ? ചർച്ചകൾ ലോകം മുഴുവൻ ശക്തമായി ഇങ്ങനെ നടക്കുകയാണ്. ചൈനയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഉത്തര കൊറിയ പോലെയാണ്, പെട്ടെന്നൊന്നും പുറത്തു വരില്ല. ഉത്തര കൊറിയ നമുക്കറിയാം, രോഗം കണ്ട ഏറ്റവും നരകതുല്യമായ രാജ്യമാണ് ഉത്തര കൊറിയ എന്നാണ് പറയുന്നത്. കിം ജോങ് ഉന്നിന്റെ ഭരണത്തിൽ, അയാളുടെ അച്ഛൻ്റെയും അയാളുടെയും ഒക്കെ ഭരണത്തിൽ ആ രാജ്യം വലിയ പ്രതിസന്ധികൾ നേരിടുകയാണ്. കാരണം അണുവായുധമൊക്കെ ഇങ്ങനെ വച്ചിട്ട് ഞങ്ങളെ തൊട്ടാൽ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വിവരമില്ലാത്ത മനുഷ്യനും ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യനുമാണ് അവിടെ ഭരിക്കുന്നതെന്നാണ് പലരും പറഞ്ഞത്. പക്ഷേ ആ മനുഷ്യൻ അതീവ ബുദ്ധിമാനാണ് എന്നുള്ളത് പലർക്കും അറിയില്ല. ഒരു കഥകളും നമ്മൾ ഉത്തര കൊറിയയിൽ നിന്ന് കേട്ടിട്ടില്ല. അവർ പുറത്തുവിടുന്നതിനപ്പുറം ഉത്തര കൊറിയയെക്കുറിച്ച് ലോകത്തുള്ള ആർക്കും ഒന്നും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചൈനയും അതുപോലെ തന്നെയാണ്. ചൈനയിൽ സോഷ്യൽ മീഡിയകൾക്ക് നിരോധനമുണ്ട്. ചൈനയ്ക്ക് എതിരെ വാർത്തകൾ ആരെങ്കിലും എഴുതിയാൽ, അവിടത്തുള്ള ചൈനീസ് മാധ്യമങ്ങൾ തന്നെ അത് എഴുതിയാൽ അവരെ കൊല്ലുക, അങ്ങനത്തെ ചില വിചിത്രമായ പരിപാടികൾ ചൈനയിലുണ്ട്. ഇന്ത്യയെ പോലെ സർവ്വസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമല്ല ചൈന എന്ന് പറയുന്നത്. അപ്പോൾ ചൈനീസ് പ്രസിഡന്റിന് എന്ത് സംഭവിച്ചു? ഷീ ജിൻപിങ് ജീവിച്ചിരിപ്പുണ്ടോ? അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടാണ് പുറത്തു വരുന്നത്. പക്ഷേ ഷീ ജിൻപിങ്ങിന് സംഭവിച്ചത് അഭ്യൂഹങ്ങൾ വലിയ രീതിയിൽ മാധ്യമങ്ങൾ, അതായത് പാശ്ചാത്യ മാധ്യമങ്ങൾ അടക്കം വിവിധ തരത്തിലുള്ള സംശയങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഷിയുടെ അസാന്നിധ്യം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ അധികാരമാറ്റത്തിന്റെ നാന്ദിയാണോ എന്നും വിദേശകാര്യ വിദഗ്ധർ ചർച്ച ചെയ്യുന്നുണ്ട്. ബ്രിക്സ് ഉച്ചകോടി ഉൾപ്പെടെയുള്ള പരിപാടികളിൽ നിന്ന് ഷീ ജിൻപിങ് വിട്ടുനിന്നതാണ് ഈ അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ ആക്കം കൂട്ടുന്നത്. ഷീക്ക് ഗുരുതരമായ രോഗമാണെന്നും അതിനാലാണ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാത്തതെന്നുമുള്ള വാർത്തകളും റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇക്കാരണത്താൽ അദ്ദേഹം അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുമെന്നാണ് മറ്റൊരു പ്രചാരണം. കഴിഞ്ഞ ജൂൺ ആദ്യം ഷീ ജിൻപിങ് ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുകാഷെങ്കോയോടൊപ്പമുള്ള കൂടിക്കാഴ്ചയിൽ ക്ഷീണിതനും സുഖമില്ലാതെയും കാണപ്പെട്ടത് ഈ റിപ്പോർട്ടിനെ ബലപ്പെടുത്തുന്നുണ്ട്. പാർട്ടിയിലെ ആഭ്യന്തര വെല്ലുവിളികളാൽ മനഃപൂർവ്വം മാറ്റി നിർത്തിയതാണോ എന്നും സംശയിക്കുന്നു. എന്നാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. ഷീ ജിൻപിങ് അടുത്ത വൃത്തങ്ങളും ജനറൽമാരും പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. അദ്ദേഹത്തോടൊപ്പം കൂടെയുള്ള അദ്ദേഹത്തിന്റെ പ്രസിഡന്റുമാരും ജനറൽമാരും അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത ബന്ധപ്പെട്ട വൃത്തങ്ങളൊന്നും ഒരു പരിപാടിയിലും വരുന്നില്ല. കാരണം വന്നാൽ ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം അവരും അഭിമുഖീകരിക്കേണ്ടി വരും. അതിന് ഉത്തരമില്ലാത്തത് കൊണ്ടാണ് അവരും പല പരിപാടിയിലും പങ്കെടുക്കാത്തത്. സൈനിക രംഗത്തെ ഉന്നതരിൽ ചിലർക്കെതിരെ നടപടി സ്വീകരിച്ചത് സേനയിലും ഷീ ജിൻപിങ്ങിനെതിരെ മുറുമുറുപ്പുണ്ടാക്കിയിരിക്കുന്നു. 2022 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ ഷിയയ്ക്ക് സമീപമിരുന്ന മുൻ പ്രസിഡന്റ് ഹു ജിൻഡാവോയെ വേദിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കുന്നത് ലോകം മുഴുവൻ കണ്ടിരുന്നു. ഇപ്പോൾ 83-കാരനായ ജിൻഡോവോ പാർട്ടിയിൽ കരുത്തനല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അനുയായികൾ ഷിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും അതാണ്
ഷിയുടെ അഭാവത്തിന് കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒരു കാലത്ത് ചൈനീസ് പീപ്പിൾസ് പൊളിറ്റിക്കൽ കൺസൾട്ടേറ്റീവ് കോൺഫറൻസിന്റെ ചെയർമാനായിരുന്ന വാങ് യാങ് ഷിയുടെ പകരക്കാരനായേക്കുമെന്ന ചർച്ചകളും ഉയരുന്നുണ്ട്. വാങ് യാങ് അതാണ് ഷിയുടെ പകരക്കാരൻ എന്നുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ചൈനയുടെ സാമ്പത്തിക എഞ്ചിൻ തകരുന്ന കാഴ്ചയാണ് പൊതുവെ കാണുന്നത്. അടുത്തിടെ ഉണ്ടായ വെള്ളപ്പൊക്കം വലിയ പ്രതിസന്ധിയാണ് ചൈനയിൽ തീർത്തിരിക്കുന്നത്. യുവാക്കളുടെ തൊഴിലില്ലായ്മ 15% വർദ്ധിച്ചു. റിയൽ എസ്റ്റേറ്റ് മേഖല സ്തംഭിച്ചു. സെമി കണ്ടക്ടർ പദ്ധതികൾ തകർന്നു. ദേശീയ കടം $50 മില്യൺ ഉയർന്നു. പ്രാദേശിക പ്രതിഷേധങ്ങളും ഫാക്ടറികളിലെ അസ്വസ്ഥതകളും രൂക്ഷമാകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് ചൈന നിലംപരിശാകുന്നു എന്നുള്ളതാണ്. ചൈനയ്ക്ക് എപ്പോഴും ഇന്ത്യയുടെ അതിർത്തികളിൽ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കണം. എന്നിട്ട് ഇന്ത്യൻ അതിർത്തികൾ ഇങ്ങോട്ടേക്ക് പിടിച്ചെടുത്താൽ ചൈനയ്ക്ക് വലിയ സന്തോഷമാകും എന്നതാണ് ചൈന എപ്പോഴും ഇന്ത്യൻ അതിർത്തികളെ ഇങ്ങനെ ചൊറിയാൻ കാരണം. പക്ഷെ ഇന്ത്യൻ സൈന്യം നല്ലതുപോലെ തിരിച്ചടി നൽകുന്നതുകൊണ്ട് ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ദിവസം സൈനിക മേധാവി തന്നെ പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പാകിസ്ഥാന് വേണ്ടി മാത്രമല്ല, അത് ചൈനയ്ക്കും തുർക്കിക്കും വേണ്ടിയാണ്. കാരണം ചൈന പരോക്ഷമായി പാകിസ്ഥാനെ സഹായിച്ചു. പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ ആക്രമിക്കാൻ ചൈന നീക്കങ്ങൾ നടത്തിയെന്ന് കൃത്യമായി ഇന്ത്യക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ നിലപാട് സ്വീകരിച്ചത്. ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് ചൈനയ്ക്കും തുർക്കിക്കും വേണ്ടിയാണ്. തുർക്കിക്ക് നല്ല ഒന്നാന്തരം പ്രഹരം ഇന്ത്യ കൊടുത്തു. കാരണം തുർക്കിയുടെ ആപ്പിൾ നമുക്ക് വേണ്ടാന്ന് വ്യാപാരികൾ തന്നെ പറഞ്ഞു. രാജ്യസ്നേഹം ഉള്ള വ്യാപാരികൾ തന്നെ പറഞ്ഞു. 1200 മുതൽ 1600 കോടി വരെയുള്ള നഷ്ടം അവർക്കുണ്ടാകും. ആ നഷ്ടം രാജ്യത്തിന് വേണ്ടി സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് തുർക്കിയുടെ ആപ്പിൾ ഇനി വേണ്ട. സിനിമാ ഷൂട്ടിങ്ങുകൾ തുർക്കിയിൽ ഇസ്താംബുളിൽ ഇനി വേണ്ട എന്ന് തീരുമാനിച്ചു. മാത്രമല്ല, തുർക്കിയിലേക്ക് ടൂറിസം അതും ഒരുപാട് നഷ്ടമാണ് തുർക്കിക്ക് വരുത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ തുർക്കിയും ചൈനയും ഒരുപോലെ ഇപ്പോൾ സാമ്പത്തികമായി പ്രതിസന്ധിയിലാണ്. ചൈന എപ്പോഴും സാമ്പത്തികത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ചൈന എപ്പോഴും മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാനായി ഓരോ വൈറസുകളും ഈ തീവ്രവാദത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ചൈന ഇന്ത്യക്കെതിരെ, കാരണം ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ വളരുന്നത് ചൈനയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ത്യ ഒരിക്കലും വളരരുത്. ഇന്ത്യയുടെ അതിർത്തികൾ എപ്പോഴും ഇങ്ങനെ ചുരണ്ടി ഞങ്ങളുടെ ഭാഗത്തേക്ക് ആക്കണം. ഇന്ത്യയുടെ അതിർത്തികളിൽ എപ്പോഴും സംഘർഷഭരിതമായിരിക്കണം. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഒരു സമാധാനവും സ്വസ്ഥതയും കിട്ടാതെ വരുമ്പോൾ അത് മറ്റു തരങ്ങളിലേക്ക് നീങ്ങും. ഇതാണ് ചൈന എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹിമാചലിന്റെ ആ ഭാഗമൊക്കെ ചൈന ഏകദേശം ചൈനയുടെ ഒരു കൈപ്പിടിയിലെന്നല്ല പറയുന്നത്. പക്ഷേ ചൈനീസ് നമുക്കവിടെ ചെന്നാൽ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം അഹമ്മദ് മാഷ് തന്നെ വ്യക്തമാക്കി, അവിടെയൊക്കെ ചെന്നാൽ പലയിടത്തും ചൈനീസ് പേരുള്ള ബോർഡുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇത് ഇന്ത്യയാണോ ചൈനയാണോ എന്നൊക്കെ നമ്മൾ അതിശയിച്ചു പോകുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ചൈന അത്തരത്തിൽ ഇന്ത്യ ഏത് തരത്തിൽ ദ്രോഹിക്കാം, ഇന്ത്യ ഏത് തരത്തിൽ നിലംപരിശാക്കാം എന്ന് ചിന്തിക്കുന്നതിനിടയ്ക്കാണ് ഷീ ജിൻപിങ്ങിന്റെ തിരോധാനം. ഷീ ജിൻപിങ് ജീവിച്ചിരിപ്പുണ്ടോ, അതോ ആരെങ്കിലും കൊന്നോ, കൊട്ടേഷൻ കൊടുത്ത് തട്ടിക്കൊണ്ടുപോയോ, ഇനി സുഖമില്ലാതെ കിടപ്പാണോ, ഇനി തിരിച്ചു വരില്ലേ, അങ്ങനെ 1000 ചോദ്യങ്ങളുണ്ട്. ഇത് ഷീ ജിൻപിങ് മരിച്ചാൽ ചിലപ്പോൾ അത് പുറത്തു വരും, അല്ലാതെ ഇതിനുള്ള ഉത്തരം ഒന്നും പുറത്തു വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.